എടാ നമ്മൾ സേ സീരീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൻ്റെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. നമ്മൾ അവസാനം പഠിച്ച് നിർത്തിയത് മെട്രിക്സിലെ ചോദ്യങ്ങളായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ മെട്രിക്സും ഡിറ്റർമിനൻസ് ഒക്കെ ഒരുമിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. കേട്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഡിറ്റർമിനൻസിൽ നിന്ന് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഏറ്റവും അവസാന ഭാഗത്തേക്ക് പറയാം. കാര്യം അത് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. കേട്ടല്ലോ, അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു എക്സും വൈയും ഇസഡൊക്കെ കണ്ടുപിടിക്കുന്ന മെട്രിക്സ് വരച്ച് ചെയ്യുന്ന ഒരു ചോദ്യം. അത് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ സാധനങ്ങൾ പഠിക്കണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചോളണം. ഡിറ്റർമിനൻറ്റിലെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോളണം. എ എന്നും പറഞ്ഞ് ഞാനൊരു മെട്രിക്സ് തരുവാണ് നിങ്ങൾക്ക്. എ എന്നും പറഞ്ഞൊരു മെട്രിക്സ് തരുവാണ്. 3, 5, 2, 1. കേട്ടല്ലോ. ബി എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു മെട്രിക്സ് എടുക്കുകയാണ്. കേട്ടോ, ബി എന്ന് പറഞ്ഞ് വേറൊരു മെട്രിക്സ് എടുക്കണം. 1, 2, 3, 4, 3, 5, 2, 2, 1. 2 മെട്രിക്സുകൾ. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2 റോയും 2 കോളവും അല്ലേ? ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3 റോയും 3 കോളവും. ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലേ? നമുക്ക് 2x2 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് കാണാൻ പഠിക്കണം. 3x3 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് കാണാൻ പഠിക്കണം. കേട്ടല്ലോ, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും. കേട്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മാത്രമല്ല, ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യം വന്നാലും ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. കേട്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A = ഞാനൊരു മെട്രിക്സ് നമുക്ക് തരുവാണ്. 5, 1, 6, 4 ഇങ്ങനൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ഡിറ്റർമിനൻറ്റ് ഒന്നെങ്കിൽ അവർ ഇങ്ങനെ എഴുതുന്നതേ ഡിറ്റ് എ എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എ എഴുതി 2 വരയടകത്തിടും എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്നാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഈ നമ്പറുകൾ 5, 1, 6, 4 എന്നും പറഞ്ഞ് എഴുതുവാണ്. ഇത് 2x2 ആയതുകൊണ്ട് 2 റോയും 2 കോളവും മാത്രമേ ഉള്ളതുകൊണ്ട് ആദ്യം ഇങ്ങനെ ഗുണിക്കുക. എന്താണ്? ആദ്യം ഇങ്ങനെ ഗുണിക്കുക, അതായത് ഈ നമ്പറുകൾ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 5 × 4. കേട്ടല്ലോ. ഇനി കുറയ്ക്കാനുള്ള സൈനാണ് ഇടേണ്ടത്. ഇങ്ങനെ ഗുണിച്ചിട്ട് കുറയ്ക്കുക, പിന്നെ ഇങ്ങനെ ഗുണിക്കുക. നോക്ക്, അടുത്ത എന്താടാ? 6 × 1. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോക്കിയേ. 5 × 4 ഗുണിച്ചൊരു സ്ഥലത്ത് എഴുതി, കുറയ്ക്കുക, -6 × 1 ഗുണിച്ചൊരു സ്ഥലത്ത് എഴുതി. അപ്പോൾ എത്ര കിട്ടി? 5 × 4 എത്രയാണ്? 20 -6 × 1 6 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 14. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? 14. ഈ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും. കേട്ടോ, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നമ്പർ ആയിരിക്കും. അത് ഓർത്തോളാം. കേട്ടല്ലോ. അപ്പം ഞാൻ വേറൊരു മെട്രിക്സ് തരുവാണ്. A = വേറൊരെണ്ണം 1, 2, 3, 4. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞ്, ഡിറ്റർമിനൻ്റ് A = ഇങ്ങനെ ഗുണിക്കണം അല്ലേ? 4 × 1 ചെയ്യണം. 1 × 4 മൈനസ്, പിന്നെ ഇങ്ങനെ ഗുണിക്കണം 3 × 2. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 1 × 4 4 മൈനസ് 3 × 2 6. 4 ൽ 6 പോയാൽ എത്ര കിട്ടും? ആൻസർ -2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് വിട്ടേക്കാം. B = ഞാനൊരു മെട്രിക്സ് എടുക്കുവാണ്. 6, 5, 3, 4. എനിക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. 2x2 ആണ്, ഒരു കുഴപ്പമില്ല. എങ്ങനെ ഗുണിക്കണം? ഇങ്ങനെ ഗുണിക്കണം. ഇങ്ങനെ ഗുണിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചോളണം. അത്രേ ഉള്ളൂ. പറഞ്ഞേ, 6 × 4 എത്ര വന്നു? 6 × 4 അതുപോലെ തന്നെ എഴുതി, കുറയ്ക്കണം. എത്രയാണ്? 3 × 5. 6 × 4 എത്രയാണ്? 24 മൈനസ് 3 × 5 എത്രയാണ്? 15. 24 നിന്ന് 15 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 9. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതേ നോക്കിയേ. ഈ സാധനം = 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കി, ഡിറ്റർമിനൻറ്റ് x 3, 5, 2. ഇതിൻ്റെ ഉത്തരം 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരല്ലേ? അല്ലേ? ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണെന്നാണ്. ഇങ്ങനെ 2 വരയിടകത്തിട്ടാൽ അതിൻ്റെ അർത്ഥം ഡിറ്റർമിനൻ്റ് ആണെന്നാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കിയേ. ഇത് തമ്മിൽ ഗുണിക്കണം അല്ലേ? 2 × x ഗുണിക്കണം, മൈനസ്, പിന്നെ എങ്ങനെ ഗുണിക്കണം? 5 × 3 ഗുണിക്കണം. = ഇപ്പുറത്ത് എത്രയുണ്ട്? 5 ഉണ്ട്. 2 × x എത്രയാണ്? 2x മൈനസ് 5 × 3 എത്രയാണ്? 15. = എത്രയാണ്?
5. നമുക്ക് എക്സ് ആണ് വേണ്ടത്, ബാക്കി എല്ലാം പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 2x ആദ്യം ഇവിടെ നിർത്തി, ആദ്യം ഈ -15 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പുറത്ത് 5 ഉണ്ട്, ഈ -15 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +15 ആവും. അപ്പോൾ 2x = 20 എന്ന് വന്നല്ലോ. എന്താ കിട്ടിയത്? 2x = 20 എന്ന് വന്നു. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഹരിക്കണം. അപ്പോൾ 20നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? 10 കിട്ടും. നോക്കിയേ, 2/2 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അതിങ്ങനെ 2 വരയുടെ അകത്തിട്ട് തന്നാൽ അപ്പം തന്നെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചോളുക എന്നാണ് അതിൻ്റെ അർത്ഥം. കേട്ടല്ലോ. അടുത്തത് ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എന്നും പറഞ്ഞ ഒരു സാധനം തന്നിട്ടുണ്ട് അല്ലേ. 2 വരയുടെ അകത്തല്ലേടാ വന്നേക്കണ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്ത കാര്യം എന്താണ്? ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചോളണം. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് എഴുതാം അല്ലേ. 3x 1 ഒരു സ്ഥലത്ത് = അപ്പുറത്ത് എന്താണ് നോക്ക്, 3 2 4 1. ഇനി നമുക്കറിയാം എന്താണ്, രണ്ടിടത്തും ക്രോസ് ചെയ്തോളുക. ചെയ്യാം. 3 × 1 ഒരു സ്ഥലത്ത് ചെയ്തു, മൈനസ് x × x ഒരു സ്ഥലത്ത് ചെയ്യുക, = ഇവിടെ എന്താണ് 3 × 1 ഒരു സ്ഥലത്ത് ചെയ്യുക, മൈനസ് 4 × 2 ഒരു സ്ഥലത്ത് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ 3 × 1 3 ആണ്. എക്സും എക്സും കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടും? x² = 3 × 1 എത്രയാണ്? 3 മൈനസ് 4 × 2 എത്രയാടാ? 8. അപ്പോൾ 3 - x² = 3 ന്ന് 8 കുറച്ചാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? -5 എന്ന് കിട്ടും. എത്രയാണ്? -5 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്ക്, നമുക്ക് ഈ 3 വേണം, ശ്രദ്ധിച്ചോളണം. 3 വേണം, ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ബാക്കി -x² ഉണ്ട്, = ഇപ്പുറത്ത് -5. നോക്കി, ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 3ന്റെ ചിഹ്നം ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചേടാ, -x² അതുപോലെ തന്നെ = -5 - 3. ആൻസർ എത്രയാണ്? -8. അപ്പോൾ ആൻസർ -x² = -8 ആണ്. ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കളയാം. x² = 8 എന്ന് വരും. എക്സ് എന്ന് പറഞ്ഞാൽ ഈ 8ന്റെ റൂട്ടാണ്. 8ന്റെ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഇത്ര എഴുതി വെച്ചാൽ മതി. കേട്ടല്ലോ. നിങ്ങളെ ഇത് അവസാന ഭാഗം നിങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ പോലും, ഇവിടെ നോക്കി, ഈ അവസാന ഭാഗം നിങ്ങൾ ശരിയാക്കിയില്ല എന്ന് വിചാരിച്ചോ, എങ്കിലും നമുക്ക് കുഴപ്പമില്ലടാ. ഈ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തോളാം. നോക്കിയേ, ഇതൊക്കെ എല്ലാവർക്കും എടുത്തെഴുതാവുന്നതാണ്. 3 × 1 - x × x = 3 × 1 - 4 × 2. കാരണം ഇനി നിങ്ങൾക്ക് അറിയാവുന്ന അത്രയും ചെയ്തോ. അതായത് നിങ്ങൾക്ക് ഇത്ര അറിയാമെങ്കിൽ ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്തിക്കോ, ഒരു പ്രശ്നവും ഇല്ല, മാർക്ക് ഇടും. കേട്ടല്ലോ. ഏറ്റവും അവസാനത്തെ ഉത്തരം ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന അത്രയും ചെയ്തോളൂ. കേട്ടല്ലോ. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഒരു മെട്രിക്സ് ഇങ്ങനെ തന്നാൽ എന്തിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഇങ്ങനെ ഗുണിക്കണം, കുറയ്ക്കണം, ഇങ്ങനെ ഗുണിക്കണം, ഇത്രേ ഉള്ളൂ. അത് പഠിച്ചല്ലോ. ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് a = ഞാനൊരു മെട്രിക്സ് എഴുതുവാണ്. 2 1 3 1 2 1 2 3 4. ഇത് ഏത് മെട്രിക്സ് ആടാ? ഇതൊരു 3/3 മെട്രിക്സ് ആണല്ലേ. 3 റോയും 3 കോളവുമുള്ള മെട്രിക്സ് ആണ് അല്ലേ. 3 റോയും 3 കോളവുമുള്ള മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് മറ്റത് ചെയ്ത പോലെ, അതായത് നേരത്തെ ചെയ്ത 2/2 പോലെ ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്നതിന് വേറൊരു രീതിയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇനിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനിൽ ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളുമാണ്. ഒന്ന് നോക്കിയിരുന്നോളണം. ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കാം. നോക്കിക്കോളണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് കേട്ടോ. ഫസ്റ്റ് റോ, അതായത് ഈ 2 1 3 വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്യാം, സെക്കൻഡ് റോ ഉപയോഗിച്ച് ചെയ്യാം, തേർഡ് റോ ഉപയോഗിച്ച് ചെയ്യാം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, എന്തുപയോഗിച്ച് വേണമെങ്കിലും ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. 3/3 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് ഈ 2 1 3 ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളണം. ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എടുക്കുക, 2. അത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഈ 2 ഇരിക്കുന്ന റോയും മാറ്റുക, 2 ഇരിക്കുന്ന കോളവും മാറ്റുക. 2 ഇരിക്കുന്ന റോയും മാറ്റി, 2 ഇരിക്കുന്ന കോളവും മാറ്റി. ബാക്കി വന്ന നമ്പറുകൾ അങ്ങോട്ട് എടുത്തെഴുതുക. ബാക്കി വന്ന നമ്പറുകൾ ഏതൊക്കെയാടാ? 2 1 3 4 അല്ലേ. അതങ്ങോട്ട് എടുത്തെഴുതുക. ഏതാണ്? 2 1 3 4. എടാ, അത് മറ്റേ ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് കൊടുത്തോളാം.
അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ നമ്പർ എന്താണോ അതിൻ്റെ ചിഹ്നം മാറ്റി വേണം എഴുതാൻ. ഇവിടെ 1 ആണ്, അവിടുത്തെ +1 ആയതുകൊണ്ട് ചിഹ്നം മാറ്റി -1 ഇട്ടു. ഇനി നേരത്തെ ചെയ്ത പോലെ 1ൻ്റെ റോ മാറ്റി 1ൻ്റെ കോളം മാറ്റി ബാക്കിയുള്ളത് മറ്റേ ഡിറ്റർമിനൻ്റിൻ്റെ അകത്ത് ഇടുക. 1 1 2 4 അല്ലേ, അതെടുത്ത് അങ്ങോട്ട് എഴുതുക. എങ്ങനെയാണ്? 1 1 2 4. ഓക്കെ അല്ലേ? കിട്ടാത്തവർ ശ്രദ്ധിച്ചിരുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓക്കെ ആയിക്കോളും. മൂന്നാമത്തെ നമ്പർ എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക. +3 അല്ലേ, +3 ഇട്ടു. ഇനി എങ്ങനെയാണ് എടുത്തെഴുതേണ്ടത്? ആ 3 ഇരിക്കുന്ന റോയും മാറ്റുക, 3 ഇരിക്കുന്ന കോളവും മാറ്റുക. അപ്പോൾ 1 2 2 3 എന്ന് വരും. അതെടുത്തെഴുതുക. എങ്ങനെയാണ്? 1 2 2 3. നോക്ക്, നമുക്കൊരു 3x3 മെട്രിക്സ് ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ നമ്പർ നമ്മൾ എടുത്തു, അതിൻ്റെ റോയും കോളവും മാറ്റി ഒരു 2x2 മെട്രിക്സ് ആക്കി എഴുതി. രണ്ടാമത്തെ നമ്പർ എന്താണോ അതിനൊരു സ്റ്റാർ ഇട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചിഹ്നം മാറ്റി എഴുതണം. ബാക്കി രണ്ടും അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ ചിഹ്നം മാറ്റി -1 എഴുതി, അതിൻ്റെ റോയും കോളവും മാറ്റി 1 1 2 4 എടുത്ത് എഴുതി. മൂന്നാമത്തെ നമ്പർ അതുപോലെ തന്നെ എഴുതി, അതിൻ്റെ റോയും കോളവും മാറ്റി 1 2 2 3 എടുത്ത് എഴുതി. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? ഇനി നമ്മൾ പഴയ രീതിയിൽ അങ്ങോട്ട് ചെയ്തോളാം. 2 ഇൻറ്റു, ശ്രദ്ധിച്ചോളണം, ഇത് നമുക്ക് ചെയ്യാനറിയാം അല്ലേ? ഏതാടാ? ഇത് നമുക്ക് ചെയ്യാനറിയാം. ഇത് നമ്മുടെ 2/2 ഡിറ്റർമിനൻ്റ് അല്ലേ? ഇങ്ങനെ ഗുണിച്ച് ഇങ്ങനെ ചെയ്യുന്ന പരിപാടി. 2 × 4 ഞാൻ ഗുണിച്ച് പറയുവാണേ. 2 × 4 എത്രയാടാ? 8. ബ്രാക്കറ്റ് കൊടുത്തേക്കാം. 2 × 4 എത്രയാണ്? 8 മൈനസ്. ഇനി എന്ത് ചെയ്യണം? 3 × 1 ചെയ്യണം. എത്രയാണ്? 3. ഓക്കെ അല്ലേ? -1 എഴുതി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് പറ, വേഗം പറ. 1 × 4 4 മൈനസ് 2 × 1 2. ഓക്കെ അല്ലേ? അടുത്തത് പ്ലസ് 3 ഇൻറ്റു എന്താണത്? 3 × 1 3 മൈനസ് 2 × 2 4. ഇത്രേ ഉള്ളൂ. ഇനി ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതണം. നോക്കിയേ, 2 ഇൻറ്റു 8 ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 5 മൈനസ് 1 ഇൻറ്റു 4 ൽ നിന്ന് 2 പോയാൽ എത്രയാടാ? 2 പ്ലസ് 3 ഇൻറ്റു, ഇനി ബ്രാക്കറ്റാണ് കേട്ടോ എഴുതേണ്ടത്, അത് നിർബന്ധമാണ്. 3 ഇൻറ്റു 3 ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? -1. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനുകളാണ്. കൂട്ടിയൊന്നും ചെയ്യരുത്, മൾട്ടിപ്ലിക്കേഷനുകൾ ഗുണിച്ചു വയ്ക്കണം, നിർബന്ധമാണ്. 2 × 5 എത്രയാണ്? 10 -2. 1 × 2 എത്രയാണ്? 2. ഇവിടെ നോക്കിയേ, ഇവിടെ 3 1 ആണ്. 3 × 1 3 ആണ്, പക്ഷെ ഒരു മൈനസ് ഇൻറ്റു പ്ലസ് തന്നെ കാരണം -2 കൊടുക്കണം. ഇനി ഇവിടെ നോക്ക്, 10 ൽ നിന്ന് 2 പോയാൽ എത്രയാടാ? 8. 8 മൈനസ് 3 ഉണ്ട്. ആൻസർ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ശ്രദ്ധിച്ചോ. A = ഞാനൊരു മെട്രിക്സ് എഴുതാം. A = ഇഷ്ടമുള്ളൊരു മെട്രിക്സ് എഴുതാം അല്ലേ? 1 5 2 3 1 3 2 2 1. ഇങ്ങനൊരു മെട്രിക്സ്. എനിക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. എഴുതിക്കോ. ഡിറ്റർമിനൻ്റ് A = ഒരുമിച്ച് ചെയ്യാം. ബുക്കൊക്കെ എടുത്ത് കൈ പിടിച്ച് ഒരുമിച്ച് എഴുതിക്കോ. ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ എടുത്ത് ഞാൻ 1, എന്നിട്ട് നമ്മളിത് 2ൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് വരച്ചു. ഇനി എന്താണ്? 1 ഇരിക്കുന്ന റോയും മാറ്റണം, 1 ഇരിക്കുന്ന കോളവും മാറ്റണം. ബാക്കി 1 3 2 1 അല്ലേ? അതെടുത്ത് എഴുത്. എന്താണ്? 1 3 2 1. ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ നമ്പർ എന്താണോ അതിൻ്റെ ചിഹ്നം മാറ്റി എഴുതണം. അവിടെ +5 ആണ്, -5 ആക്കി. കേട്ടല്ലോ? ഇനി അത് മാറ്റി റോയും കോളവും മാറ്റി എടുത്തെഴുതണം. 5 ഇരിക്കുന്ന റോ മാറ്റി 5 ഇരിക്കുന്ന കോളം മാറ്റി. അപ്പോൾ 3 3 2 1 എന്ന് നിന്നു. അതെടുത്ത് എഴുതുക. എത്രയാണ്? 3 3 2 1. ഓക്കെ അല്ലേ? അടുത്ത നമ്പർ ഏതാണോ അത് അതുപോലെ തന്നെ എഴുതുക. +2 അല്ലേ? അത് അതുപോലെ തന്നെ എഴുതി. നോക്ക്, അതിരിക്കുന്ന റോ മാറ്റി അതിരിക്കുന്ന കോളം മാറ്റി. അപ്പോൾ എത്ര കിട്ടി? 3 1 2 2 എന്ന് കിട്ടി അല്ലേ? 3 1 2 2. ഇത്രേ ഉള്ളൂ. ഇനി ചെയ്തങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. നമ്മൾ മറ്റേ പഴയ പരിപാടി. 1 ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 ഇൻറ്റു 1 എന്താണ്? 1 മൈനസ് 2 × 3 എത്രയാണ്? 6 മൈനസ് 5 ഇൻറ്റു, ശ്രദ്ധിച്ചോ, 1 × 3 എത്രയാണ്? 3 മൈനസ് 2 × 3 എത്രയാണ്? 6 പ്ലസ് 2 ഇൻറ്റു, ശ്രദ്ധിച്ചോളാം, 3 × 2 എത്രയാണ്? 6 മൈനസ് 2 × 1 എത്രയാണ്? 2. ഓക്കെ അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് 6 എത്രയാണ്? -5. -5 ഇൻറ്റു ബ്രാക്കറ്റ് ഉള്ളത് മാത്രം ചെയ്യുവാണ്. 1 മൈനസ് 5 1 മൈനസ് 6 -5 -5 ഇൻറ്റു 3 മൈനസ് 6 എത്രയാണ്? -3
പ്ലസ് 2 ഇൻറ്റു 6 മൈനസ് 2 എത്രയാണ് 4. ഇനി ശ്രദ്ധിക്കണം, മൾട്ടിപ്ലിക്കേഷനുകൾ മാത്രം ചെയ്യുവാണ്. അപ്പോൾ ആൻസർ എത്ര വന്നു? 1 ഇൻറ്റു 5 5ആണ്, ഒരു മൈനസ് ഉള്ള കാരണം മൈനസ് ഇട്ട് കൊടുത്തു. 5 ഇൻറ്റു 3 15ആണ്, മൈനസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ അത് പ്ലസ് ആവും. 2 ഇൻറ്റു 4 8ആണ്, പ്ലസ് ആയത് കാരണം പ്ലസ് ഇട്ടു. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, കൃത്യമായിട്ട് നോക്കി ആൻസർ പറയണം. -5 പ്ലസ് 15 ആൻസർ എത്ര കിട്ടും? പ്ലസ് 10 വരും, പ്ലസ് 8 ആൻസർ എത്രയാണ്? 18. ഇനി ഇവിടെ ശ്രദ്ധിച്ചേടാ, നിങ്ങൾക്ക് ഈ കാൽക്കുലേഷനുകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. ഈ കാൽക്കുലേഷനുകൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. എടാ, നിങ്ങളുടെ ഈ യന്ത്രം ഇല്ലടാ, അതിലടിച്ചു കിട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങളിത് ഇവിടം വരെയും ചെയ്തപ്പോൾ തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. എടാ, ഇത്രയും ചെയ്യാല്ല. എടാ, ഇവിടം വരെയും ചെയ്തപ്പോൾ തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും കേട്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ മാർക്ക് മേടിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേട്ടല്ലോ. കുറേശ്ശെ എല്ലായിടത്തു നിന്നും മേടിക്കണം, നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടല്ലോ. ഇനി കാൽക്കുലേഷൻ നിങ്ങൾക്ക് തെറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ, തെറ്റിച്ച് കളയരുത് കേട്ടല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഇത് നോക്കിയേ, ലെറ്റ് എ ഈക്വൽ ടു, ഒരു മെട്രിക്സ് തന്നു, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഞാൻ വേഗം ചെയ്യാം. എങ്ങനെയാണ് ആൻസർ വരുന്നത്? ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു, വേഗം പറ, ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ എടുത്തു, -1 ഇൻറ്റു -1ൻ്റെ റോയും മാറ്റി കോളവും മാറ്റി. അപ്പോൾ എത്ര കിട്ടിയാണ്? 1 3 2 3 എന്ന് കിട്ടി അല്ലേ. 1 3 2 3 എന്ന് കിട്ടി. രണ്ടാമത്തെ നമ്പർ എന്താണോ അതിൻ്റെ ചിഹ്നം മാറ്റി -2 എഴുതി അല്ലേ. അതിൻ്റെ റോയും അതിൻ്റെ കോളവും മാറ്റി കഴിയുമ്പോൾ 1 3 3 3 എന്ന് വരും അല്ലേ. 1 3 3 3 1 3 3 3. അടുത്ത നമ്പറായ 4 അതുപോലെ തന്നെ എഴുതി, അതിൻ്റെ റോയും അതിൻ്റെ കോളവും മാറ്റി. 1 1 3 2 വന്നു അല്ലേ. 1 1 3 2. ഓക്കെ അല്ലേ. ഇനി വേഗം ചെയ്തോ. -1 അതുപോലെ തന്നെ എഴുതി. ഇതിൻ്റെ ആൻസർ എത്ര വരും? 3 ഇൻറ്റു 1 3 ആണ്, -2 ഇൻറ്റു 3 6 ആണ്. -2 ഇൻറ്റു, വേഗം ചെയ്ത് പറ, 3 ഇൻറ്റു 1 3 ആണ്, -3 ഇൻറ്റു 3 9 ആണ്, പ്ലസ് 4 ഇൻറ്റു, ശ്രദ്ധിച്ച് പറ, 2 ഇൻറ്റു 1 2 ആണ്, -3 ഇൻറ്റു 1 3 ആണ്. ഇനി ബ്രാക്കറ്റ് ഉള്ളത് മാത്രം, -1 ഇൻറ്റു 3 6 പോയി കഴിഞ്ഞാൽ -3, -2 ഇൻറ്റു 3 9 പോയി കഴിഞ്ഞാൽ -6, പ്ലസ് 4 ഇൻറ്റു 2 3 പോയി കഴിഞ്ഞാൽ -1. ആൻസർ എത്ര വന്നു? ഇവിടെ ശ്രദ്ധിച്ചോ, 3 ഇൻറ്റു 1. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചോ, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 1 ഇൻറ്റു 3 ചെയ്തപ്പോൾ 3 കിട്ടി, മൈനസും കൂടി ഗുണിച്ചപ്പോൾ അത് പ്ലസ് ആയി. 2 ഇൻറ്റു 6 എത്രയാണ്? 12 ആണ്, മൈനസും കൂടി ഗുണിച്ചപ്പോൾ അത് പ്ലസ് ആയി. 4 ഇൻറ്റു 1 എത്രയാണ്? 4 ആണ്, ഒരു പ്ലസ് ഒരു മൈനസും ആണ്, അപ്പോൾ മൈനസ്. 12 3 കൂടി കൂട്ടുമ്പോൾ 15 വരും, 15 4 പോയി കഴിഞ്ഞാൽ 11. കേട്ടല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളൂ. എന്താണ് ആ കാര്യം? ഇത്ര ഉള്ള ആ കാര്യം എന്താണ്? എ എന്നും പറഞ്ഞൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ, ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങോട്ട് ഗുണിക്കുക, ഇങ്ങോട്ട് ഗുണിച്ച് കുറയ്ക്കുക, ഇത്രേ ഉള്ളൂ. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ, ശ്രദ്ധിച്ചേ, ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ എടുക്കുക, റോയും കോളവും മാറ്റി 2 മെട്രിക്സ് ആക്കുക. രണ്ടാമത്തെ നമ്പർ എടുക്കുക, റോയും കോളവും മാറ്റി എഴുതുക. മൂന്നാമത്തെ നമ്പർ എടുക്കുക, റോയും കോളവും മാറ്റി എഴുതുക. അപ്പോൾ കൃത്യമായിട്ട് ചെയ്ത് തന്നെ നോക്കണം. ഞാനൊരു മെട്രിക്സ് എഴുതാം, അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്തേ. 2 2 1 1 1 7 2 5 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്തേ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.